നിങ്ങൾ ദയവായി വീഡിയോ മുഴുവൻ കാണാതെ വൈകാരികമായി കമൻറ്റ് ചെയ്യാതെ ഇരിക്കുക. ഇതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വോയിസ് ആണിത്. അവർ പുറത്തുവിട്ട അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരോ പുറത്തുവിട്ട വോയിസ് ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ മറച്ചു വെക്കുന്നുണ്ട്. അതിനെപ്പറ്റിയെല്ലാം മുഴുവൻ വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവനായിട്ട് കേൾക്കുക. ആദ്യം നമുക്ക് മീഡിയ ഫസ്റ്റ് പുറത്തുവിട്ട വോയിസ് ഒന്ന് കേട്ട് നോക്കാം. എന്നിട്ട് അതിന് മുന്നേ നടന്ന ഷഹബാസും പ്രതിയും തമാമിലും നടന്ന ചാറ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എംജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്കുക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. ഇതിൽ നിങ്ങൾ കേട്ട പോലെ അവസാനം അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു കാര്യങ്ങളായിരിക്കും. ഇത്രയും ചിന്തിക്കാൻ ബുദ്ധിയുള്ള ഇവർക്ക് ഈ ഒരു മെസ്സേജ് ഈ ഒരു തരത്തിൽ സെൻഡ് ചെയ്യാനുള്ള ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിവർക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ ഇവർ കളിച്ച ചെറിയൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ ഈ വോയിസ് ചാറ്റിലൂടെ കേൾക്കാൻ പോകുന്നത് മുഴുവൻ ഷഹബാസിൻ്റെ വോയിസ് മാത്രമാണ്. ഇങ്ങനെയാണ് വലിയ ചെൽച്ചീന് ഇനി ഇതാ അവിടെ പോയിട്ടുറങ്ങാൻ കൊണ്ടാവൂ. നല്ല വലിയ ഡയലോഗ്. എൻ്റെ നമ്പർ ഞാനല്ലേ വിളിക്കുക, എന്നിട്ട് ഞങ്ങൾ ആട്ടുതരാം. ഈ നമ്പർ ഡിസ്കൗണ്ട് ഞാട്ടോ. ഇനി ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇവിടെ എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഇങ്ങനെ റൂൾ എനിക്ക് പേടിയാണ്. എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങാണ്ടിരുന്നു. ഞങ്ങൾ ഇത്ര നേരം ചുമത്ത് പമ്പുണ്ടായിരുന്നു മറ്റേ ജാവറിൻ്റെ അടുത്തല്ലേ. അന്നപ്പോൾ നിങ്ങൾ മെഞ്ഞാന്നും വന്ന് ഞങ്ങൾ കാത്ത് നിങ്ങളെ വിളിച്ച് ഇന്നും വന്ന്. എന്നിട്ട് നിങ്ങളാരും നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോടി, നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുന്ന വെച്ചാൽ പറഞ്ഞു. ഞങ്ങൾ അന്നപ്പോൾ വരാം. വാ, അവിടെ വേറെ സാധനം കാണിച്ചാൽ ഇങ്ങോട്ടോ വാ, എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചു തരാം. എന്നോട് അതിനാരോ കാണിച്ചു കൊടുക്കാണ്ട് എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു ഇനി ഡയലോഗ് അടിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേത്തുന്നുള്ള ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ വരാം, നിങ്ങൾ വരും എടുക്ക്. എപ്പം വരുന്നുണ്ട്? ഇനി ഇപ്പം ഇറങ്ങടോ, ഇപ്പം ഇറങ്ങ്. എന്നോട് ഇപ്പം ഇറങ്ങാൻ എടുക്കൂ. എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ ഒന്നൊന്ന് എടുക്ക്. ഞങ്ങൾ വിളിക്കാം, ഒന്ന് എടുക്ക്. ഇനി വരണമെന്നില്ല, വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒന്ന് എടുക്ക്. വരല്ലോ. ഞങ്ങൾ എന്തോരാ കാത്ത് കഴിഞ്ഞ് ഇങ്ങനെ വരാറിഞ്ഞ് ഇനി വരാണ്ട് ഞങ്ങൾ എന്താക്കാനാ? ഇതാടിന്ന് എനിക്ക് പേടിയാണ്. ഓരോ കാരണം പറഞ്ഞു കഴിഞ്ഞാറിന് വിളിച്ചാൽ അന്നപ്പോൾ ഇവിടെ വരണം. ഞങ്ങൾ നിങ്ങളെപ്പോൾ വിളിച്ചു? നിങ്ങളിപ്പോൾ അന്ന് രാത്രി 12 മണിക്ക് വിളിച്ചു. ഞങ്ങളടുത്തു ആരാന്നിപ്പോൾ എന്നോ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ ആരോ തച്ചാങ്ങി തിരിച്ചല്ലോ തല്ലേ. ഞങ്ങൾ ഓനെ തല്ലും. ഇനി എന്നിട്ടൊന്ന് കൊല്ല്, ബാക്കി ഇന്നിട്ട് കാണാം. ഓനെ തല്ലുന്ന് പറഞ്ഞാൽ തല്ലു. ഉറപ്പങ്ങൾ നേരെ വന്നാൽ തല്ലു. പറീനെയൊക്കെ ഞാൻ തല്ലു. എനിക്കൊന്നും പറയാണ്ടോ. ഇനി ആണാണെ കോരങ്ങാട്ടെ കയറും. അല്ലെ ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വാ, എന്നോട് നടക്കനി. ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞ് റിപ്ലൈ എങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഇനി തൊള്ളർക്ക് നേർക്ക് നിങ്ങൾ എന്തായാലും വരില്ലാക്കി അനുസരിച്ച്. അല്ലെ വിളിച്ചാൽ ഒന്ന് എടുക്ക്. അല്ലാണ്ട് ഓരോ തോന്നിയാസം പറഞ്ഞു ഒഴിഞ്ഞ് പറഞ്ഞു. ലേശം നിങ്ങൾ ചിലച്ചതിനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്ന് വാ വിളിക്കുന്നിടത്തേക്ക്. ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരൂല. ഞങ്ങൾ MJ മാത്രമേ വരൂ. പിന്നെ ഞാൻ തല്ലു. ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലു, ഉറപ്പാ. ഞാൻ തല്ലു ഉറപ്പാ. ഇനി ഇന്നൊരു കൊല്ലുന്നോ എനിക്ക് കാണണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഷഹബാസ് പറയുന്നുണ്ട് നീ എന്നെ കൊല്ലുന്ന എനിക്കൊന്ന് കാണണം. അപ്പോൾ ഇവർ സെൻഡ് ചെയ്ത വോയിസിൽ എന്തോ ഇവർ അൺസെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് ചിലപ്പോൾ ഈ ഒരു വോയിസ് പ്രതികളയച്ച വോയിസിലായിരിക്കും ആ ഒരു മെസ്സേജ് ഉണ്ടാവുക. എന്തായാലും അവരുടെ സൈഡ് ക്ലിയർ ചെയ്തിട്ടാണ് ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ ഒരു തെളിവ് ഇപ്പോൾ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ ചാറ്റ് അല്ലെങ്കിൽ ഈ ഒരു തെളിവുകൾ പ്രതികളുടെ കുടുംബക്കാരാരോ പുറത്തുവിട്ട തെളിവുകളാണ്. ഇതിൽ പ്രതികളുടെ സൈഡ് ക്ലിയർ ആക്കിക്കൊണ്ട് അവരുടെ വോയിസ് പ്ലേ ചെയ്യുന്നില്ല. അതുമല്ല, ഇൻസ്റ്റഗ്രാം ആണ്, നമുക്ക് മെസ്സേജ് അൺസെൻഡ് ചെയ്യാൻ പറ്റും. ഇതിന് മുന്നേയും എന്തെല്ലോ നടന്നിട്ടുണ്ട്.
അതെല്ലാം അൺസെൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഇവരുടെ വോയിസ് ഇവർ പ്ലേ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഷഹബാസ് തിരിച്ച് മറുപടി പറയുമ്പോൾ നിങ്ങൾ നമ്മളെ കൊല്ലുന്നു കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരെന്തോ ഒരു വെല്ലുവിളി ഇതിന് മുന്നേ നടത്തിയിട്ടുണ്ട്. അതിന് മറുപടിയായിട്ടാണ് ഷഹബാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ ടൈമിലും ചെറിയ ചെറിയ വഴക്കോ അടിയെല്ലാം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇത് അതിനേക്കാൾ ഒരു പടി മുകളിലോട്ട് പോയിരിക്കുകയാണ്. ഇവർ ഈ ഒരു കാര്യത്തിനായി പ്രത്യേക ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ മാക്സിമം അഗ്രഷൻ അവർ തമ്മാമിൽ പറഞ്ഞും അടിച്ചും തീർത്തിരിക്കുകയാണ്. കുറച്ച് ദിവസം മുന്നേ ഈ ഒരു പ്രതിയും ഷഹബാസും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ഇവർ ഫ്രണ്ട്സായിരുന്നു, ചെറുപ്പത്തിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണ്. ഈ ഒരു അഗ്രഷൻ്റെ പുറത്ത് ഇങ്ങനെ വെല്ലുവിളികൾ നടത്തി ഒരാഴ്ച പ്ലാൻ ചെയ്ത് സ്വന്തം കൂട്ടുകാരനെ തന്നെയാണ് അടിച്ചു കൊന്നിട്ടുള്ളത്. ഇത് കാണുന്ന പാരൻസ് നിങ്ങളുടെ കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താ നടക്കുന്നത് നോക്കുക. സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം ഇപ്പം ഇവർ വാട്സപ്പ് വഴി ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം ഊതിപ്പെരുപ്പിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മക്കളുടെ സ്കൂളിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ തോട്ട് പ്രോസസ്സെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവരതിനെ വലിയൊരു ഗ്യാങ് വാർ പോലെയാണ് കാണുന്നത്. അപ്പോൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നാളെ നിങ്ങളെ വീട്ടിലൊരു ഷഹബാസ് ഇല്ലാണ്ടൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.